പിന്മാറി പോവുകയാണെങ്കിൽ ഞാൻ രാവിലെ വീഡിയോ പറഞ്ഞ പോലെ ആയിപ്പോത്തില്ലയോ, എല്ലാത്തിനും വരുന്നു ലാസ്റ്റ് ഫ്രണ്ട്സ് നടന്നില്ല എന്ന് പറയേണ്ടത്. ഇത് കഷ്ടപ്പെട്ട് ട്രാഫിക്കിൽ കിടന്ന് ഞങ്ങൾ വിട്ട പാട് അള്ളാഹുവേ എന്ന് പറയണ്ട. അവസാനം നമ്മൾ ഫോർട്ട് കൊച്ചിയിലെത്തി. ഇനി നടക്കാനുള്ള 2 കിലോമീറ്ററോളം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് നമ്മുടെ ഓരോ വർഷവും കടന്നു വരുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കണം, അല്ലെങ്കിൽ ചില സംഭവങ്ങൾ നിറവേറണം എന്ന് ആഗ്രഹിക്കും. ആ വർഷമെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന ആ കാര്യം നടക്കണേന്ന്. അങ്ങനെ നമ്മുടെ പ്രതീക്ഷകളാണ് നമ്മുടെ ഓരോ വർഷവും. അപ്പോൾ ഞങ്ങളുടെ ആയാലും ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. 2023 ഇത് ചെയ്യണം, അത് ചെയ്യണം, അത് നടക്കണേ, അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുണ്ട് എല്ലാവർക്കും. അപ്പോൾ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ, എല്ലാവരുടെയും ആഗ്രഹങ്ങളും നടക്കട്ടെ, എല്ലാവരുടെയും സ്വപ്നങ്ങൾ നിറവേറട്ടെ. 2023 എല്ലാവർക്കും ഒരു നല്ല വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ഞങ്ങളും ഒരുമിച്ച് കുറേ പ്ലാനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തുവാണെന്ന് പറയുന്നില്ല, ഒരു ആഗ്രഹമുണ്ട് ഇന്നത് ചെയ്യണം എന്നൊക്കെ. പക്ഷെ നടക്കുമെന്ന് അറിയത്തില്ല. ഞാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കാറില്ല. നമ്മുടെ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം. നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട് ഇന്ന സ്ഥലത്ത് പോയിട്ട് ഞാൻ പറയും നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇന്ന സംഭവമാണ്, നമ്മൾ കയറാൻ പോകുന്നത് ഇന്ന സംഭവമാണ്. പക്ഷെ അവിടെ പോകുമ്പോൾ ഭയങ്കര ആൾക്കാരായിരിക്കും, എന്തെങ്കിലും പ്രശ്നം കാണും, അവസാനം നടക്കത്തില്ല. അങ്ങനെ ഞാൻ തിരിച്ചു വന്നിട്ട് നിങ്ങളോട് തന്നെ പറയും, ഫ്രണ്ട്സ് അങ്ങനെ നമ്മളത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ വീഡിയോയിൽ അങ്ങനെ ആവരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ നടന്നില്ലെങ്കിലോ, അപ്പം നടന്നില്ല എന്ന് നിങ്ങളോട് പറയണ്ടല്ലോ. അപ്പം അതുകൊണ്ടിട്ടാണ് നമ്മൾ വീഡിയോ. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ആയിട്ട് ഒരു പുറത്തൊന്നും പോയില്ല. അപ്പോൾ പൊന്നൂസ് മോനോട്ട് തന്നെ ടൂർ പോകണമെന്ന് അങ്ങ് ബഹളമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഒരു ഇന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവസാനം നമ്മൾ ഒന്ന് പോവാണ്. അപ്പോൾ ഇവർക്ക് സന്തോഷിക്കാൻ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞാൽ വണ്ടർലാണ്. അപ്പോൾ പൊന്നൂസിനെയും മോനൂട്ടനും പിന്നെ അണ്ണൻ്റെ അക്ക കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു സന്തോഷം. അപ്പോൾ ലാസ്റ്റ് നമ്മൾ സ്കൂളിൻ്റെ അടവിൻ്റെ ലീവ് തീരുന്നതിന് മുമ്പായിട്ട് ഇവരെ വണ്ടർലായി ഒന്ന് കൊണ്ടുപോയി കറക്കാൻ വെച്ചതാ മോനോട്ടെ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ ന്യൂ ഇയർ ആഘോഷവും ആണ്. ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയർ ഒക്കെ വീട്ടിൽ തന്നെയായിരുന്നു, ഒന്നുമില്ല. കിടന്നുറങ്ങും, 12 മണിയാകുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പി ന്യൂ ഇയർ മെസ്സേജ് അയക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നതിൻ്റെ മുമ്പും ന്യൂ ഇയർ എന്ന് പറയാൻ കിടന്നുറങ്ങും. രാവിലെ ആകുമ്പോൾ പിറ്റേ ദിവസം സ്കൂളിൽ പോവും. അപ്പം അല്ലെങ്കിൽ എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ പറയാൻ അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും സ്നേഹിക്കാൻ തുടങ്ങിയത് പിന്നെയാണ് ന്യൂ ഇയർ ആകുമ്പോഴത്തേക്കും ഞാൻ സാധാരണ രീതിയിൽ കിടക്കും. അണ്ണൻ 11:55 ആകുമ്പോഴത്തേക്ക് വിളിക്കും. അപ്പം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും. ഞാൻ ഓടി അടുക്കളയിൽ പോവും. ഞാൻ പറയാം അണ്ണേ പഞ്ചസാര എടുക്കുക. കാരണം വെച്ചാൽ നമ്മൾ ഈ സ്കൂളിൽ പോകുമ്പോൾ പറയുമല്ലോ, മധുരം കഴിച്ച് തുടങ്ങിയ ആ വർഷം മൊത്തം മധുരമുള്ള ഓർമ്മകളായിരിക്കും. ചുമ്മാ പറയും കൊച്ചുപിള്ളേർ. അങ്ങനെ അതുകൊണ്ട് ഞാൻ അണ്ണൻ്റെ അടുത്ത് പറയാം അണ്ണേ പഞ്ചസാര കഴിക്കാം. അങ്ങനെ 12 മണിയാകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലും അണ്ണൻ്റെ വീട്ടിൽ നിന്ന് ഫോണിൽ കൂടെ പഞ്ചസാര കഴിച്ച് ന്യൂ ഇയർ ആഘോഷിക്കാറുണ്ട്. പിന്നെ ഗൾഫിൽ പോയിക്കുമ്പോൾ അണ്ണൻ്റെ നൈറ്റ് ആണെങ്കിൽ കോഫി ഷോപ്പിൽ നിന്ന് വിളിക്കും, ഞാനും വീട്ടിൽ നിന്ന്. അപ്പം അതിന് ശേഷം ഇങ്ങോട്ടുള്ള ആ വർഷങ്ങൾ മൊത്തം ന്യൂ ഇയർ ഫോണിൽ കൂടെ നമ്മൾ ഒരുമിച്ച് പഞ്ചസാര കഴിച്ച് തന്നെ ആഘോഷിച്ചിട്ടുള്ളത്. എന്നിട്ടും മധുരിക്കുന്ന ഓർമ്മകളൊന്നും ഇല്ല, പലതും കൈപ്പുള്ള ഓർമ്മകൾ. 12 മണിയാകുമ്പോൾ അണ്ണ ഇന്ന് രാത്രി 12 മണിയാകുമ്പോൾ പഞ്ചസാര ഇടണം. ഞാൻ പറയും ഉച്ചയ്ക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ പിള്ളേർ പറയുന്നേ ഞങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങി അത് പിന്നെ ഇങ്ങോട്ട് ഞാൻ അന്നേരം പഞ്ചസാര തീറ്റിക്കും എല്ലാ വർഷവും. അപ്പം ഇപ്പോഴും ഗൾഫിലാണെങ്കിലും ആ ഇതിന് മാറ്റമൊന്നുമില്ല. പക്ഷേ ന്യൂ ഇയർ എന്ന് പറയുന്നത് നമ്മൾ പുറത്തു പോയൊരു ആഘോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇതാദ്യമായിട്ടാണ് ന്യൂ ഇയറിന് രാത്രി നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി ആഘോഷിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ പോകുന്നത് എറണാകുളത്തോട്ടാണ്. ഇന്ന് അവിടെ സ്റ്റേ ആക്കിയിട്ട് നാളെ നമ്മൾ ഇവരെ വണ്ടർലായിൽ കൊണ്ടുപോകാനാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ പോകുന്നത് യാത്രയിലെ കാര്യങ്ങളും കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ഞാൻ ഒരുപാട് സംസാരിച്ച സമയം കളയുന്നില്ല. അണ്ണ എനിക്ക് ഇൻട്രോ പറയാൻ വേണ്ടി വണ്ടി വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എൻ്റെ കമ്മലുള്ള ഇന്നലെ നമ്മൾ പത്തനാപുരത്ത് ഞാൻ പറയട്ടെ
പത്തനാപുരത്ത് ഫെസ്റ്റിവലിന് അണ്ണൻ വാങ്ങിച്ചത് 50 രൂപ കേട്ടോ. ചെറിയൊരു കണ്ണാടി വെച്ച് കൊടുത്തേ. ആ പുതുമയുള്ള പുതിയ പുതിയ സാധനങ്ങൾ തരുമ്പോൾ ആ സാധനത്തോട് കുറച്ച് ആളൊരു ഇഷ്ടം കാണുമല്ലോ. അപ്പം മോനുണ്ട് നമ്മളിപ്പോ എവിടെയാ പോകുന്നത് കണ്ണാ? റൂമിലോ? ഇവർക്ക് റൂം എടുത്ത ഹോട്ടലിൽ താമസിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. പിന്നെ അതുപോലെ തന്നെ അമ്മച്ചിക്ക് ഭയങ്കര വയറ്റ് വേന. നമുക്ക് വീട്ടിൽ പോയി നാളെ ആക്കിയാലോ യാത്ര? മോനുട്ടാ എന്താ ടൂർ പോയാ മതിയോ? അതാണോ വലുത്? അമ്മ വലുതല്ലയോ? അമ്മ വലുതൊന്നുമല്ല. ഇന്നലെ അണ്ണൻ ചോദിച്ച് അമ്മയ്ക്ക് വെയ്യാതായ നമുക്ക് ഈ യാത്ര മാറ്റി വെച്ചാലോ. അപ്പോൾ അവൻ പറയാം അമ്മയ്ക്ക് വെയ്യെങ്കിൽ അമ്മ ഇവിടെ കിടന്നോളും, നമുക്ക് പോയിടുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇടമണ്ണ് പോയി അണ്ണൻ്റെ അക്കായും കുഞ്ഞുങ്ങളെയും വിളിച്ചുകൊണ്ട് നേരെ എറണാകുളം. ഇല്ല, അതിനുമ്പ് 2 റീൽസ് എടുക്കണം. അതെ, എൻ്റെ പുതിയ ഒരുപാട് ഫ്രണ്ട്സ്. അവൻ എനിക്ക് 2 റീൽസ് എടുക്കണം. ഞാൻ അണ്ണേ എനിക്ക് എന്തൊക്കെയാ പറഞ്ഞു. ഭയങ്കര ചൂട് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ വേണ്ടേ എല്ലാവർക്കും ആഗ്രഹമായിരുന്നു ഷാപ്പിലെ ഫുഡ് കഴിക്കണമെന്ന്. അങ്ങനെ നമ്മൾ തിരക്കി വന്നു. ഒരു ചോറ്, രണ്ട് കപ്പ, പിന്നെ ഒരു കല്ലുമ്മക്കായ, 5 പൊറോട്ട. ചേട്ടാ ഒരു കല്ലുമ്മക്കായ, ഒരു കല്ലുമ്മക്കായ, 2 തല, മീൻ തലക്കറി, ഒരു ചെമ്മീൻ റോസ്റ്റ് പറഞ്ഞേക്കട്ടെ. ഒരു തല വേണമെങ്കിൽ വന്ന് കണ്ടോ, വലുതല്ലേ. അപ്പോൾ മീൻ തലക്കറി ഏത് മീനിൻ്റെ തല വേണമെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ചേട്ടൻ നമ്മളെ അവിടുത്തെ അടുക്കളയിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ വീഡിയോ എടുത്തോട്ടെന്ന് ചോദിച്ചപ്പോൾ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എടുത്തു. അപ്പോൾ അതേ കക്ക ഇറച്ചിയുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, കൊഞ്ച് ഫ്രൈ ഉണ്ട്, പിന്നെ പൊരിക്കാനുള്ള മീനൊക്കെ ആ ചേട്ടൻ ഒന്ന് എടുത്ത് കാണിച്ചു തന്നു. അപ്പോൾ അടുക്കളയിൽ ചേച്ചിമാരാണ് കുക്ക് ചെയ്യുന്നത്. വീഡിയോ എടുത്തപ്പോൾ ഞാൻ കണ്ടു. അങ്ങനെ ഒരു ചെറിയ കുടം കള്ള് കൊണ്ടുവന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് മധുരക്കള്ളെന്നാണ് ഈ കള്ളിൻ്റെ പേരെന്ന്. ഞാൻ കുറച്ച് കുടിച്ചു നോക്കി, ഭയങ്കര പുളിയായിരുന്നു. അതുകൊണ്ട് ഞാൻ അതുപോലെ അവിടെ വെച്ചു. സാമ്പാർ വെക്കട്ടെ? കുടിക്കട്ടെ. അപ്പം നമ്മുടെ സാധാരണ കള്ളു കുടിക്കുവാണ്. കുടിച്ചോ എങ്ങനുണ്ട് ഇത്? മീൻ തല. നല്ല ഫുഡായിരുന്നു. അപ്പം ഞാൻ ചീനിയും ഒരിത്തിരി മീൻ ചാറും പിന്നെ കല്ലുമ്മക്കായ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ മീൻ കറിക്കകത്തുള്ള എരിവെന്ന് പറഞ്ഞാൽ ഒരു 1.5 എരിവായിരുന്നു. സാധാരണ ആ ഒരു ചെറിയ കുടം കള്ളൊക്കെ അങ്ങ് അകത്താക്കി. പക്ഷേ വീര്യമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. ഞാൻ കുടിച്ചു നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഫ്രണ്ട്സ്. ഭയങ്കര പുളി. ഇതിനകത്തേക്ക് ഇച്ചിരി പഞ്ചസാര കലക്കി വെച്ചുകൂടെ ഫ്രണ്ട്സ്? അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര എരി, ആഗ്രഹം തീർന്നു. പക്ഷേ ഭയങ്കര എരിയായിരുന്നു. പൊതുവേ അങ്ങനെ ആണല്ലോ, എരിയായിരിക്കുമല്ലോ ഷാപ്പിലൊക്കെ അറിയാം. ഭയങ്കര എരി. പക്ഷെ എന്നാലും എല്ലാവരും വയറ് നിറച്ച് കഴിച്ചു. ഇനി നമ്മൾ കുറച്ച് നേരം തണലുള്ള എവിടെയെങ്കിലുമൊക്കെ പോയി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ എറണാകുളം. അങ്ങനെ നമ്മൾ തീരെ സമയം കളയാനില്ല. കാരണം ന്യൂ ഇയർ ആയതുകൊണ്ട് എല്ലായിടത്തും ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെ നമ്മൾ ആലപ്പുഴ ബൈപ്പാസ് വഴി നേരെ എറണാകുളം വിട്ടു. പക്ഷേ വണ്ടിയിലിരിക്കുന്ന എല്ലാവരുടെ നാവൊക്കെ എരിഞ്ഞ് പുകയായിരുന്നു മീൻകറിയുടെ എരി കാരണം. അങ്ങനെ നമ്മളൊരു ബേക്കറിയിൽ നിർത്തി എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിച്ചു.
അങ്ങനെ എല്ലാവരും ഐസ്ക്രീമൊക്കെ തിന്ന് നാവിൻ്റെ എരിയൊക്കെ മാറ്റിയിട്ട് യാത്ര തുടരാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സമയം 5:30 അപ്പോഴത്തേക്കും നമ്മൾ ഹോട്ടലിൽ റൂം എടുത്തപ്പോൾ തന്നെ പറഞ്ഞു നമുക്ക് ഫോർട്ട് കൊച്ചിയിൽ പോകാൻ പറ്റൂല എന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ 6 മണിയാകുമ്പോഴത്തേക്കും അവിടെ പാലമൊക്കെ ബ്ലോക്ക് ചെയ്യും, അത്ര തിരക്കായിരിക്കുമെന്ന്. പക്ഷേ എന്നാലും നമ്മൾ പിന്മാറുന്നില്ല എന്ന് വിചാരിച്ചു. എങ്കിലും ഒന്ന് പോയി നോക്കാം, ചിലപ്പോൾ ഭാഗ്യം വെച്ചാൽ നമുക്ക് കയറാൻ പറ്റിയാലോ എന്ന് കരുതി നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിയിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ജങ്കാറ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഫ്രണ്ട്സ്, അത്രയ്ക്ക് ജനങ്ങളാണ്. ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്ത് ഞാൻ ഇത്രയും ജനങ്ങളെ കാണുന്നത്, അത്രമാത്രം തിരക്കാണ്. പിന്നെ അതുപോലെ ആദ്യമായിട്ടാണ് നമ്മൾ ന്യൂ ഇയറിന് ഇങ്ങനെ ഫോർട്ട് കൊച്ചിയിലൊക്കെ വരുന്നത്. നമ്മൾ വീഡിയോയിലും ന്യൂസിലും ഒക്കെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ നമ്മുടെ കൊച്ചിൻ കാർണിവലിനെ പറ്റി. പക്ഷേ ആദ്യമായിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. അല്ലാതെ കാണാൻ പറ്റണേ തിരിച്ചു പോകേണ്ട ഒരു അവസരം വരല്ലേ എന്നാണ്. ഇത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ വന്നത്. ജങ്കാറിൽ തിരിച്ചു വന്നിറങ്ങുന്ന ജനങ്ങളെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അത്രയ്ക്ക് ജനങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ 2 മണിക്കൂർ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലെത്തിയിട്ടുണ്ട്. കരിക്കും വേണോ? നീ പറ, 2 വാക്ക് പറ. നീ പറ, ഓർഡർ കൊടുക്കും. അങ്ങനെ ഞങ്ങൾ ഒരുവിധം ഫോർട്ട് കൊച്ചിയിലെത്തി. 2 മണിക്കൂർ ട്രാഫിക്, 2 മണിക്കൂർ എടുത്ത് നടന്നിട്ടാണ് ഞങ്ങൾ വന്നത്. നമ്മൾ എന്തായാലും ഇതിനു വേണ്ടി വന്നത്. അപ്പം നമ്മൾ പിന്നെ ട്രാഫിക്ക് കിടന്നാലും വേണ്ടിയില്ല, പിന്മാറി പോകുകയാണെങ്കിൽ ഞാൻ രാവിലെ വീഡിയോ പറഞ്ഞ പോലെ ആയിപ്പോത്തില്ലയോ, എല്ലാത്തിനും വരുന്നു ലാസ്റ്റ് ഫ്രണ്ട്സ് നടന്നില്ല എന്ന് പറയേണ്ടത്. ഇത് കഷ്ടപ്പെട്ട് ട്രാഫിക്കിൽ കിടന്ന് ഞങ്ങൾ വിട്ട പാട് അള്ളാഹു എന്ന് പറയണ്ട. അവസാനം നമ്മൾ ഫോർട്ട് കൊച്ചിയിലെത്തി. ഇനി നടക്കാനുണ്ട് 2 കിലോമീറ്ററോളം. അപ്പോഴത്തേക്ക് ദാഹം കരുത്തിരിക്കാൻ കയറിയതാണ്. അതെ, ഇനി നടന്ന് കാണിച്ചു തരാം, അപ്പൂപ്പനെയൊക്കെ കാണിക്കാം. അങ്ങനെ നമ്മൾ 10:30 ആയപ്പോൾ ഗ്രൗണ്ടിൽ ഒരിത്തിരി സ്ഥലം കിട്ടി. 2 ഗ്രൗണ്ടായിട്ട് തിരിച്ചേക്കുവാണ്. ആദ്യത്തെ ഗ്രൗണ്ടിൽ അത്രയ്ക്ക് തിക്കും തിരക്കുമാണ്. അങ്ങനെ സാധാരണ നമ്മൾ രണ്ടാമത്തെ ഗ്രൗണ്ടിൽ പോച്ചപ്പുറത്തിരുന്ന് അണ്ണൻ പോയി 2 ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മളെല്ലാവരും കൂടെ അത് കഴിച്ചു. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുവാണ്. ഇപ്പോൾ സമയം 11:30 ആയിട്ടുണ്ട്. 11:30 ആയപ്പോഴത്തേക്കും രണ്ടാമത്തെ ഗ്രൗണ്ടിലും ജനങ്ങൾ തിക്കി നിറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ എണീറ്റ് നിൽക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് മൂന്നോട്ടം ഉറങ്ങി നമ്മളിങ്ങനെ എണീറ്റ് നിൽക്കുകയാണ്. ആ ജനങ്ങളെന്ന് പറഞ്ഞാൽ അത്രമാത്രം ജനങ്ങളാണ് ഫ്രണ്ട്സ്. നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഫ്രണ്ടിൽ കമ്പികളിലൊക്കെ ബോയ്സൊക്കെ കയറി ഇരിക്കുകയൊക്കെ.
അപ്പം ഞാനിപ്പോഴാണ് ഫ്രണ്ട്സ് ഓർത്തത് വൈൻഡപ്പ് ഇന്നലെ വീഡിയോയിൽ പറഞ്ഞില്ല എന്ന്. ഞാൻ ഇന്നലെ തീരെ വയ്യായിരുന്നു. നമ്മളിപ്പം 10 മണിക്ക് ഇത് സാന്ദ്ര 3 കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം എല്ലാവരും അങ്ങ് ജനങ്ങൾ ഓടുവാണങ്ങ്. കാരണം 1 മണി വരെ ഉള്ളൂ ഈ ജങ്കാർ. അപ്പോൾ ജങ്കാറിൽ കയറാൻ വേണം. അപ്പം മൂന്നൂട്ട ഉറങ്ങി. മൂന്നൂട്ടനെ അണ്ണ എടുത്ത് പിന്നെ പൊന്നൂസ് കരച്ചിൽ നടക്കാൻ വയ്യ. അങ്ങനെ പൊന്നൂസിനെ ഞാനെടുത്ത് ഇളി വെച്ച് അങ്ങനെ അക്കയൊക്കെ ഭയങ്കര ഹോട്ട് വാരുന്നു നമ്മൾ. കാരണം കുറേ ദൂരം നമുക്ക് നടക്കാനുണ്ട്. അങ്ങനെ വണ്ടിയിലൊക്കെ കയറി ക്ഷീണിച്ച് ഹോട്ടലിൽ വന്ന് കുഞ്ഞുങ്ങളെയും കിടത്തിയപ്പോഴത്തേക്കും 2 മണിയായി. 2:43 കാരണം ഭയങ്കര ട്രാഫിക്കും. നമ്മളൊരു ആ പാലത്തിന് മേളിൽ നിന്ന് തന്നെ ട്രാഫിക് ഒന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടി കാണാം അത്രയ്ക്ക് ജനങ്ങളാണ്. തൊണ്ടവേദന ഫ്രണ്ട്സ്. കാരണം ഇന്നലെ ആ ഗ്രൗണ്ടിൽ ഭയങ്കര പൊടിയായിരുന്നു. തുമ്മലും തൊണ്ടവേദനയായി. അപ്പം എന്താ പറയുക, എന്തായാലും ജീവിതത്തിൽ അങ്ങനൊരു കാഴ്ച കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്തായാലും കണ്ട്. ഇനി എന്തായാലും വേണ്ട. കാരണം കുഞ്ഞുങ്ങളെയും കൊണ്ട് ഭയങ്കര പാടാണ്. കുഞ്ഞുങ്ങളെയും കൊണ്ട് നമുക്ക് അത്രയും രാത്രി അവിടെ പോയി നിൽക്കാനും ഗ്രൗണ്ടിൽ അത്രയും ജനങ്ങളും പിന്നെ നമുക്കറിയാത്ത ആൾക്കാർ തിക്കും തിരക്കും ഉള്ളിലൊരു ഭയമാണ്. നമുക്ക് എപ്പോഴും പ്രൊട്ടക്ഷനാണ്. അണ്ണൻ പ്രൊട്ടക്ഷൻ തരും. എന്നാലും നമ്മുടെ മനസ്സിൽ ഭയം കാണുമല്ലോ. അങ്ങനെയൊക്കെ ഒരു മറക്കാൻ പറ്റാത്തൊരു ന്യൂ ഇയർ ആയിരുന്നു ഇന്നലെ. അപ്പം ഞാൻ വിചാരിച്ചു ഈ വർഷം ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ വീഡിയോയിൽ നിങ്ങളുടെ എങ്ങനെ സംസാരിക്കായിരിക്കും. അപ്പം നമ്മൾ വണ്ടർലായിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ താഴെയുള്ളൊരു കടയിൽ കാപ്പി കുടിക്കാൻ നിർത്തിയാണ്. അപ്പോൾ എല്ലാവരും കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കൈയൊക്കെ കഴിയിട്ട് ഓടി വന്നതാണ് നിങ്ങളുടെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു വട്ടം കൂടി ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ വണ്ടർലായുടെ വീഡിയോ നമ്മൾ എടുക്കുന്നില്ല. കാരണം ഇതിനു മുമ്പ് നമ്മൾ വണ്ടർലായിൽ വന്നപ്പോൾ ഒരു വീഡിയോ എടുത്തല്ലേ. അപ്പം എല്ലാം കൂടെ എടുത്ത് നിങ്ങളെ എന്തിനാണ് വെറുതെ മുഷിപ്പിക്കുന്നത്? അതുകൊണ്ടിട്ടാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വർഷം സന്തോഷമായൊരു വർഷം ആവട്ടെ. അപ്പോൾ 2023 എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. അപ്പം എനിക്കും അള്ളാഹു നല്ലതൊക്കെ തരട്ടെ. അപ്പോൾ ടാറ്റാ.